കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ABVP സംഘടിപ്പിച്ച വിഭജന ഭീതി ദിനാചരണത്തിനിടെ സംഘർഷം. SFI MSF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയാണ് സംഘർഷത്തിനിടയാക്കിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഈ ഒരു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ABVP വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, SFIയും MSFുമാണ് ഈ ABVPയുടെ ഈ വിഭജന ഭീതി ദിനാചരണത്തിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ പുലർച്ചെ കാസർഗോഡ് കേരള സർവകലാശാലയിലും സമാന രീതിയിൽ ABVP പ്രവർത്തകർ ഇത്തരത്തിൽ ഈ ദിനാചരണം ആചരിച്ചിരുന്നു. ഗവർണറുടെ വാക്കേറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ABVP പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധ ജ്വാലകൾ ഉയർത്തി ഈ ഓഗസ്റ്റ് 14 ഇത്തരത്തിലൊരു ദിനമായി ആചരിച്ചത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രകടനവുമായി SFI MSF പ്രവർത്തകർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ രീതിയിൽ ഇത് കയ്യേറ്റത്തിനും മുതിർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ABVPക്ക് സ്വാധീനമുള്ള സകല കോളേജുകളിലും ഇത്തരത്തിൽ ഈ ദിനം ആചരിക്കുമെന്ന് ഇവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതേ തുടർന്നാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും ABVP പ്രവർത്തകർ വിഭജന ഭീതി ദിനം ആചരിച്ചത്. ഇതിനെ തുടർന്ന് MSF പ്രവർത്തകരും SFI പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. SFI പ്രവർത്തകർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഗവർണറുടെ കോലവും കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. MSFന്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. MSFന്റെ നേതാക്കൾ അത്തരത്തിലൊരു കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സംഘർഷ സാധ്യതയെ തുടർന്ന് വലിയ രീതിയിൽ പോലീസിനെ ഈ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിയോഗിച്ചിട്ടുണ്ട്. ഒരു അനിഷ്ട സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചെന്ന് പോലീസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ സർക്കുലർ ഇറക്കിയ ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ABVP പ്രവർത്തകർ ഓഗസ്റ്റ് 14 ഈ വിഭജന ഭീതി ദിനമായി ആചരിക്കുന്നത്. കാസർഗോഡ് മറ്റു കോളേജുകളിലും, അതായത് ABVPക്ക് സ്വാധീനമുള്ള ഗോവിന്ദപ്പൈ കോളേജിലും നെഹ്റു കോളേജിലും സമാന രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളും ഈ ദിനാചരണവും നടത്തുമെന്നും ഈ ABVP പ്രവർത്തകർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ MSF പ്രവർത്തകർ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. വലിയ പോലീസ് സന്നാഹത്തെയാണ് ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുള്ളത്. സംഘർഷങ്ങൾക്ക് അല്പം അയവ് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദീപ്തി. ശരി ജോസഫ്, ഇപ്പോൾ കോളേജിൽ സംഘർഷത്തിന്റെ ഒരു ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം മടങ്ങിയെത്താം.